പള്ളികളും അമ്പലങ്ങളും ആരാധനാലയങ്ങളുമാണോ അതോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളുമാണോ നമ്മുടെ ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യം? എന്താണ് ആവശ്യം പൈസ? അതായത് ഇവിടെ പാവപ്പെട്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അസുഖമൊക്കെ വന്ന് ഇവിടെ പെട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ലോക്കൽ ഏരിയ തന്നെ കണ്ടിട്ടുണ്ട്. മട്ടാഞ്ചേരി അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ആൾക്കാർ കൂടുകയും മരിച്ചെന്ന് വരെ വിധിയെഴുതി തള്ളിയ ആളാണ് നമ്മളെ സിനിമയിലൊക്കെ അഭിനയിക്കണ മോളിക്കണ്ണമ്മഴി എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരത്തിന് മറ്റേ ഒരു ഗൗതം ഹോസ്പിറ്റലിൽ മറ്റേ വെന്റിലേറ്ററിൽ ചികിത്സ നേടിയപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് നാൾ ചികിത്സ നേടിയപ്പോൾ തിരിച്ചു വന്ന് നല്ല ആരോഗ്യത്തോടു കൂടി ഉഷാറായിട്ട് വന്ന്. കാരണം അവിടെ ഭയങ്കര പൈസയാണ്, അവിടെ പോകാൻ പറ്റാത്ത പലവരും ഉണ്ട്. ഇവിടെ വലിയ പെട്ടെന്ന് രക്ഷപ്പെടണം അങ്ങനെയൊക്കെയുള്ള പോകാൻ പോയാൽ അവർ കൈത്തിറക്കണ രീതിയാണ്. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ മാതിരി ആരോഗ്യപരമായ നല്ല സാങ്കേതികമുള്ള പല പല ഹോസ്പിറ്റലുകളും വേണം. കൂടാതെ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോളേജുകളും അത് ഇതുണ്ട്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അതും വേണം. സാധാരണക്കാർക്കും കൂടി ഹോസ്പിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ സജ്ജീകരണത്തോടുകൂടി ഉള്ള ഹോസ്പിറ്റലുകൾ മറ്റേ സ്വകാര്യ ഹോസ്പിറ്റലിനെയും കാട്ടിയും നല്ല ഫെസിലിറ്റിയോടുകൂടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് പള്ളിയും അമ്പലവും ഇതൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവനാണ് വേണ്ടത്. പാവപ്പെട്ടവർ ഒരുപാട് നിലയിക്കുന്നുണ്ട്. കാശുള്ളവർക്ക് എന്തോ ആകാം. ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ മറ്റേ ആരോഗ്യത്തിൻ്റെ ഇൻഷുറൻസ് എടുത്താൽ അത് അവർക്കൊക്കെ പോകും. അത് എടുക്കാൻ പറ്റാത്ത പല താഴെത്തട്ടിലുള്ള ആൾക്കാർ എന്തോരം പേരുണ്ടെന്നറിയോ. ചിലപ്പോൾ പറ്റില്ല, കുടുംബം ബുദ്ധിമുട്ടിയായിരിക്കും ജീവിതം മുന്നോട്ടൊക്കെ പോകണം. ഹോസ്പിറ്റലും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഇനിയും ഉണ്ടാവണം. സാധാരണക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ പള്ളി അമ്പലവും എല്ലാം പിന്നത്തെ കാര്യമാണ്. അത് ഓൾറെഡി ഉണ്ട്. ഇനി പുതിയതായിട്ടൊന്നും വേണ്ട. നമ്മളെ ദൈവത്തിനെ വിശ്വസിക്കണം. നമ്മളെ മനസ്സും നന്നായി നല്ല പ്രവൃത്തിയും ചെയ്താൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും.